കഥയറിയാതെ വേട്ടക്കാരൻ്റെ മുന്നിലേക്ക് മീരയുടെ ഈ രംഗപ്രവേശം സുഗമോ ദേവിയിലെ സുപ്രധാന കഥാനിമിഷമാണ്. ഇനി എന്തും സംഭവിക്കും. ദേവിക്കും നന്ദനും ഇതൊരു അനുകൂല നിമിഷമാണെങ്കിലും അവർ പോലും ആഗ്രഹിക്കുന്നുണ്ടാവില്ല മീരയ്ക്കൊരു ആപത്ത് സംഭവിച്ചിട്ട് തങ്ങൾക്ക് ഒരുമിക്കണമെന്ന്. എന്തായാലും ഇനി പ്രകാശിൻ്റെ കയ്യിലാണ് സുഗമോ ദേവിയുടെ കഥ. അങ്ങനെ ഒറ്റ നിമിഷം കൊണ്ട് ഈ ഒരു അപ്രധാന കഥാപാത്രം കഥയിലെ സുപ്രധാന കഥാപാത്രമായി മാറുകയാണ്. പ്രകാശിൻ്റെ അടുത്ത നീക്കം എല്ലാവരും പ്രതീക്ഷിക്കുന്നത് പോലെ മീരയെ അങ്ങ് തീർത്ത് കളയുന്നതായിരിക്കില്ല. വീണ്ടും മീരയുടെ വിശ്വാസം പിടിച്ചുപറ്റി അങ്ങനെ വിശ്വസിപ്പിച്ച് ഒടുവിൽ തിരിച്ചു വരാനാകാത്ത ഒരു പടുകുഴിയിലേക്ക് തള്ളിയിടുന്നതാണ് പ്രകാശിൻ്റെ പ്ലാൻ. പ്രകാശിനെ പോലെയുള്ള ആൾക്ക് അതല്ലേ ഒരു രസം. എന്തായാലും പ്രകാശിനെ ആദ്യം കാണുന്ന ആ നിമിഷം മീരയ്ക്ക് ഭീതിപ്പെടുത്തുന്ന നിമിഷങ്ങൾ തന്നെയാണ്. മീരയുടെ വശത്ത് നിന്ന് നോക്കിയാൽ പ്രകാശിൻ്റെ മാപ്പപേക്ഷയിലൊന്നും മീര പെട്ടെന്ന് വീഴാൻ യാതൊരുവിധ സാധ്യതയുമില്ല. ഇപ്പോഴത്തെ മീര എല്ലാവരെയും സ്നേഹിക്കുന്ന, എല്ലാവരെയും വിശ്വസിക്കുന്ന മീരയാണ്. അതുകൊണ്ട് തന്നെ പ്രകാശിൻ്റെ കെണിയിൽ മീര കുടുങ്ങും, അതുറപ്പാണ്. നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇവിടുന്ന് കഥ അണിയറ പ്രവർത്തകർ ചൂട് പിടിപ്പിക്കോ അതോ തണുത്ത പഴങ്കഞ്ഞി പരുവമാക്കുമോ എന്നറിയാൻ കാത്തിരുന്നേ മതിയാവൂ. അപ്പോൾ ഇതുപോലത്തെ റിവ്യൂസിനായി നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.